ഹായ്, രാവിലെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് തന്നെ അനിയൻ പാക്കിങ്ങിന്റെ നല്ല തിരക്കിലായിരുന്നു. ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും കൊണ്ടുപോകണം, പിന്നെ വെയിറ്റ് ഒപ്പിക്കണമല്ലോ. അപ്പോഴത്തേക്ക് അമ്മ കപ്പ റെഡി ആയിട്ടുണ്ട്, കപ്പയും ചിക്കൻ കറിയും വെള്ളയപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. നല്ല അടിപൊളി നാടൻ കപ്പയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സൂപ്പറായിട്ട് കഴിച്ചിട്ട് വിലങ്ങാട് വരുന്നത് പോയി. ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അനിയന് ചെറിയൊരു വിഷമം, അപ്പോൾ അവനെ നോക്കിയാക്കാന്ന് വിചാരിച്ചു. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളിവിടെ പുതുതായിട്ട് വന്നൊരു ഉരുട്ടി പാലമുണ്ടേ, അതിന്റെ മുകളിൽ പോയി നിന്നു. അപ്പോഴത്തേക്ക് അനിയത്തി വന്നു. അവളെയും കൂട്ടി വീട്ടിലേക്ക് പോയിട്ട് ബാക്കി പാക്കിങ് തുടർന്നു കേട്ടോ. എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റ്. അപ്പോഴത്തേക്കും അനിയന്റെ ഫ്രണ്ട്സ് ഒക്കെ തിരുവനന്തപുരത്ത് നിന്ന് വന്നേ. ഇന്നലെ നമ്മൾ വന്ന സെയിം ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വൈറലാക്കിയ പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് പപ്പായും മമ്മിയും കൂടെ ഉണ്ടാക്കി കേട്ടോ. അതൊക്കെ അവർക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് കുറച്ചു നേരം പുറത്തോടെയൊക്കെ നടന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമുക്ക് മുടിക്കൽ പാലം വരെയും പോകാം, കൈവേലിക്ക് അടുത്തുള്ള. അവിടുത്തെ തട്ടുകടലത്തെ ഫുഡൊക്കെ ഇവർക്ക് വാങ്ങിക്കൊടുക്കാമല്ലോ, മുട്ടപ്പത്തിലേക്ക്. അവിടെ കുറെ നേരം നിന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് അടിച്ചു പൊളിച്ചു കേട്ടോ. എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. സംഭവമൊക്കെ കിട്ടിക്ക് പത്തിരിയും ബീഫും ഇറച്ചിപ്പുഴുക്കും